വീട്ടിലൊക്കെ വെള്ളം വന്നിട്ടും പീടികയിലൊക്കെ വെള്ളം അതിൻ്റെ ദുരിതം നല്ലോണം അറിയുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ അന്ന് ഉരുൾപൊട്ടി ആ സമയത്ത് ഇവിടെയും ഞാനും ദുരിതത്തിലാണ്. അപ്പോൾ ഞാനന്ന് അനുഭവിച്ചൊരു കഷ്ടപ്പാട് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ എത്ര 10 മടങ്ങേക്കല്ലോ അവിടെ ഉണ്ടായിൻ്റെ. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ വന്നു. അപ്പോൾ പിന്നെ ഒരുപാട് ഇവിടെ പണിക്കാരും എല്ലാവരെയും സഹകരണം അവർ വലിയൊരു മുതൽക്കൂട്ടാണ്. പിന്നെ നാട്ടുകാർ എല്ലാവരും സാധാരണ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഞായറാഴ്ച ഞാൻ തുറക്കില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി എനിക്കൊണ്ട് തുറന്നതാണ്. ഇന്നൊരു ചാലഞ്ചിങ് ഡേറ്റ് ആയതുകൊണ്ട് വന്ന് കുറേ ഹെൽപ്പ്. നമ്മളെ പ്രദേശത്ത് ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടായാലും ഇങ്ങനെ ഒരു ചെറിയൊരു പീടിയെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഏറ്റവും വലിയൊരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങളെല്ലാവരും നാട്ടുകാരും എല്ലാവരും കാണുന്നത്. വയനാട്ടിലുള്ള നമ്മളെ കുടപ്പുറങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമം എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെ സ്ഥിരം അല്ലാത്ത ആൾക്കാരും പിന്നെ അല്ലാത്ത രീതിയിൽ കേട്ടറിഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സംരംഭത്തിലേക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിൻ്റെ ദേശീയ സമിതിയിലേക്ക് ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് പൂർണ്ണ സഹകരണമാണ് എല്ലാവരും അല്ലേ? ഓ തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരും നല്ല സഹകരണമാണ്. ആൾക്കാർ കഴിച്ച ഭക്ഷണത്തിൻ്റെ പൈസ മാത്രമല്ല തരുന്നത് അല്ലേ? അല്ല കഴിച്ചൊന്നുമല്ല. ചില ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ട്. അല്ലാത്തവരൊക്കെ നല്ല പിന്നെ ബാക്കി അവിടെ വെച്ചോ ബാക്കി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ തരുന്നുണ്ട്. മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.